റിപ്പോർട്ടർ ഈവനിംഗ് ബിഗ് ബ്രേക്കിംഗ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ കൊടും ക്രിമിനലുകൾക്ക് ചികിത്സ നൽകുന്നത് സാധാരണ രോഗികൾക്കൊപ്പം ജനറൽ വാർഡിൽ. കൊലക്കേസ് പ്രതികൾ വരെ സാധാരണ രോഗികൾക്കൊപ്പം ആശുപത്രിയിൽ വരികയാണ്. ജില്ലയിൽ ഒരു ആശുപത്രിയിലും പ്രിസൺ സെല്ലില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ തടവുകാർ മറ്റു രോഗികൾക്കൊപ്പം ജനറൽ വാർഡിൽ കഴിയുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ഒരേ ഒരു പോലീസുകാരൻ മാത്രമാണ് കേട്ടോ സുരക്ഷയ്ക്കായി ഒപ്പമുള്ളത്. മാസങ്ങളായി സുരക്ഷാ വീഴ്ച നിർബാധം തുടരുകയാണ്. പറയുക മാത്രമല്ല, ആ ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരാം. അധികൃതർ കാണട്ടെ. അർജുൻ കല്യാൺ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് അർജുൻ കല്യാൺ. ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണിത്. കാരണം ഡോക്ടറെ വൈദ്യപരിശോധനയ്ക്കെത്തിയ പ്രതി ആക്രമിച്ച് കൊലപ്പെടുത്തിയ നാടാണ്. വന്ദനാദാസിന്റെ ഉദാഹരണം നമുക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇതിപ്പോൾ ആശുപത്രിയിൽ പ്രിസൺ സെല്ലുകളിലായിരിക്കണം പാർപ്പിക്കേണ്ടത് എന്ന ഉത്തരവ് നിലനിൽക്കെയാണ് ഈ രീതിയിലുള്ള കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നത്. ഇത് കുറെ കാലമായി ഇങ്ങനെ തന്നെ തുടരുകയാണോ? ഇതിനൊരു മാറ്റമുണ്ടാകാതെ പോകുമ്പോഴും എന്താണ് പറയുന്ന മറുവാദം? സുജയ പാർവതി, ഗുഡ് ഈവനിങ്. എന്തായാലും അതിഗുരുതരമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള ഈ തടവുകാരെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. എത്രയധികം രോഗികൾ അല്ലെങ്കിൽ എത്രയോ അധികം സാധാരണപ്പെട്ട ജനങ്ങൾ അവിടെ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നതാണ്. അതുപോലെ തന്നെ സാധാരണപ്പെട്ട നഴ്സുമാർ, ഡോക്ടർമാർ, ഇവരുടെ എല്ലാം ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലാണ് കഴിഞ്ഞ കുറേ നാളുകളെ, അതായത് മാസങ്ങളായി തന്നെ ഈ പറയുന്ന തടവുകാരെ അവിടെ ചികിത്സയിൽ കഴിയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്ന നിലപാട്. ഏറ്റവും പ്രധാനമായി മോഷണ കേസിലെ പ്രതികൾ, അതുപോലെ തന്നെ കൊലപാതക കേസിലെ പ്രതികൾ, കൊടും ക്രിമിനലുകളായിട്ടുള്ള കൊടും കുറ്റവാളികളായിട്ടുള്ള ആളുകളെ പോലും ഇത്തരത്തിൽ സാധാരണ വാർഡുകളിലാണ് പാർപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ഒരേ ഒരു വാർഡിൻ്റെ, അതായത് 702 വാർഡിൻ്റെ ഒരു ദൃശ്യം മാത്രമാണ്. അതുപോലെ തന്നെ പല ജനറൽ വാർഡിൻ്റെയും വിഷ്വലുകൾ നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ സ്വകാര്യത മാനിച്ചുകൊണ്ടാണ് അത്തരം ദൃശ്യങ്ങൾ നമ്മൾ കൊടുക്കാത്തത്. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ ഈ 702 വാർഡിൽ ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത്തരക്കാരാണ് തങ്ങൾക്കൊപ്പം ചികിത്സയിൽ കഴിയുന്നത്. കാരണം ഒരു പോലീസുകാരൻ ഇടയ്ക്കൊക്കെ വന്ന് നോക്കുമല്ലോ. അപ്പോൾ അവിടെയുള്ള രോഗികൾക്ക് അറിയാമോ തങ്ങളുടെ കൂടെ ചികിത്സയിൽ കഴിയുന്നതൊക്കെ കൊലയും മറ്റ് രീതിയിലുള്ള വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത ആളുകളാണെന്ന്? അവർക്ക് എത്രത്തോളം ആശങ്കയുണ്ടായിരിക്കും? ഒന്നാമതേ ഒരു രോഗാവസ്ഥയിൽ നിന്ന് മെച്ചപ്പെടുന്നതിനാണല്ലോ ആശുപത്രിയിൽ എത്തുന്നത്. അതോടൊപ്പം തന്നെ ഒരു മാനസിക സമ്മർദ്ദം കൂടി വരില്ലേ? തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇവർ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ ഈ പറയുന്ന ജയിലിൽ നിന്നുള്ള തടവുകാരനാണ്, ഇയാൾ അവിടെ ജയിലിൽ നിന്നും ചികിത്സയ്ക്ക് വേണ്ടി എത്തിയതാണ് എന്നുള്ള കാര്യം അവർക്കൊക്കെ ധാരണയുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോട് പരാതി പറയാനാണ് എന്നുള്ളതാണ് അവരെല്ലാം ചോദിക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 28 മാസം, അതായത് 28 തീയതി 8 മാസം 28 ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ റവാഡ ചന്ദ്രശേഖരൻ, അതായത് DGP നേതൃത്വത്തിലുള്ള ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. അതായത് ഈ പ്രിസൺ സെൽ എന്തായാലും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് സജ്ജീകരിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണത്തിന് തയ്യാറാവണം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കണം. പക്ഷേ അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം 2-3 മാസം പിന്നിടുകയാണ്. എന്നിട്ട് പോലും അതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ അധികൃതരോട് ചികിത്സയ്ക്കായിട്ടാണോ ഈ വാർഡിൽ, ജനറൽ വാർഡിൽ ഈ തടവുകാരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്? ചികിത്സയ്ക്ക് വേണ്ടിയാണോ അതോ ജയിലിൽ നിന്ന് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന രീതിയിലാണോ? എന്തൊക്കെ രോഗങ്ങൾക്കാണ് ഇവർ ചികിത്സ തേടുന്നത് ജനറൽ വാർഡിൽ? സുജിയ, പല രോഗങ്ങളുടെ ഭാഗമായി സുജി ഇപ്പോൾ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിട്ടുള്ള രജീഷ് ഇവിടെ കണ്ണൂരിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയത്. ഏകദേശം ഒരാഴ്ചയായി അവിടെ ചികിത്സയിൽ കഴിയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് ആയുർവേദ ചികിത്സ അല്ലെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെന്റ് എന്താണ് നൽകുന്നതെന്ന കാര്യത്തിലെല്ലാം വിശദീകരണം ചോദിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ വിശദീകരണം ഉണ്ടായിട്ടില്ല. അവിടെ പോലും ഇത്തരത്തിലുള്ളൊരു സുരക്ഷാ സെൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രസൻസ് സെൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂർ ജില്ലയിലുള്ള ജില്ലാ ആശുപത്രിയിലോ അല്ലെങ്കിൽ
ഈ പറയുന്ന ആയുർവേദ ജില്ലാ ആശുപത്രിയിലോ പരിയാരം മെഡിക്കൽ കോളേജിലോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രിസൺ സെല്ലുകൾ നിലവിലില്ല. പരിയാരം മെഡിക്കൽ കോളേജിലുള്ള അധികാരികളോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ജയിൽ വകുപ്പാണ് ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിൽ നമ്മുടെ അന്വേഷണം മുന്നോട്ട് നീങ്ങണം. ആശുപത്രിയിൽ ഒരു പ്രിസൺ സെൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഒരു മറുപടി പറയേണ്ട വിഷയം തന്നെയാണിത്. മാത്രമല്ല, ആശുപത്രിയിലെ ജനറൽ വാർഡ് ആകുമ്പോൾ മറ്റു രോഗികളെ കാണാനെത്തുന്നു എന്ന രീതിയിൽ സന്ദർശകർക്ക് ഇവരെയും വന്ന് കണ്ടിട്ട് പോകാം. കാരണം ഒരു പോലീസുകാരനല്ലേ നോക്കാനുള്ളൂ. അങ്ങനെ പലതരത്തിലുള്ള ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കുന്നതാണോ ഈ ഇടപാട് എന്നത് കൂടി നമുക്ക് അന്വേഷിക്കാം. താങ്ക് യു അർജുൻ കല്യാൺ. അർജുൻ കല്യാണാണ് ഈ വലിയ വാർത്ത ബ്രേക്ക് ചെയ്തത്.